ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, അതും 85 ക്വസ്റ്റ്യൻസിൽ ഞാൻ പാസ്സായി. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. വീട്ടിലെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എജ്യൂൻ്റെ ഫോറെ പറ്റി അറിയുന്നത് ഞാൻ എൻ്റെ ഏജൻസി ത്രൂ ആണ്. ഞാൻ കാനഡ പ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നത്. ട്യൂട്ടേഴ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം അവർ ഏത് സമയത്തും നമ്മൾ ഡൗട്ട് ചോദിച്ചാലും അവർ ക്ലിയർ ചെയ്ത് തരുന്നു. നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നതിൽ ഈ റെക്കോർഡ് ക്ലാസ് സെഷൻ കേൾക്കും. പ്രത്യേകിച്ച് നോട്ട്സ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ബേസ് കിട്ടിയത് എജ്യൂൻ്റെ ഫോർ എൻ്റെ ക്ലാസ് നോട്ട്സ് ചെയ്താണ്. നമ്മൾ നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ വിത്തിൻ ലിമിറ്റഡ് ടൈം പീരീഡ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പഠിക്കാൻ പറ്റുന്നുണ്ടോ, കോൺഫിഡൻസ് ആണോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം നമുക്കത് ഭയങ്കര ഒരു റിലീഫാണ്. ഇപ്പോൾ എന്തൊക്കെ കറക്ഷൻസ് വേണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വർക്കൗട്ട് ചെയ്യണം, അതൊക്കെ പറഞ്ഞു തരുമായിരുന്നു. എക്സാം ഡേറ്റ് എടുത്തോ, ഓക്കെ ഡേറ്റ് എടുക്കുമ്പോൾ പറയണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് റിവിഷൻ ക്ലാസ് 1 മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഒരു അപ്ഡേഷൻ അവർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതും എനിക്ക് സ്വയം ഒരു മോട്ടിവേഷൻ ആയിരുന്നു പഠിക്കാനായിട്ട്. ഇപ്പോൾ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാനഡ ആൽബർട്ടയാണ് ചെയ്യുന്നത്. അപ്പം അത് ഓൺ ദ വേ ആണ്. ആദ്യമേ തന്നെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തെടുക്കുക, നല്ലൊരു ട്രെയിനിങ് എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഐ വിൽ റെക്കമെൻഡ് ദിസ് എജ്യൂൻ്റെ ഫോർ യു ഫോർ ഓൾ ഇംഗ്ലീഷ് ആസ്പിറൻറ്റ്സ്. ഹായ്, സോ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എൽസ എൽദോ. ഷീ ഈസ് വൺ ഓഫ് അവർ ക്ലയൻറ്റ്സ് ഹു ഹാവ് അറ്റംപ്റ്റഡ് ഇൻക്ലെക്സ് സാരൻ ഇൻ ഹർ ഫസ്റ്റ് അറ്റംപ്റ്റ് ആൻഡ് ക്ലിയർ ദി എക്സാം. സോ ഹായ് എൽസ. ഹായ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ആദ്യം പാസ്സായപ്പോൾ ഉള്ളൊരു റിയാക്ഷൻ വീട്ടിലൊക്കെ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, അതും 85 ക്വസ്റ്റ്യൻസിൽ ഞാൻ പാസ്സായി. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. വീട്ടിലെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എജ്യൂൻ്റെ ഫോറെ പറ്റി അറിയുന്നത് ഞാൻ എൻ്റെ ഏജൻസി ത്രൂ ആണ്. ഞാൻ കാനഡ പ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ റിവ്യൂസൊക്കെ നോക്കി. അപ്പം നല്ല ഒപ്പീനിയനാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. എൻ്റെ വർക്ക് സ്കെഡ്യൂളിന് ഇടയ്ക്കായിരുന്നു ക്ലാസ് എല്ലാം. 4 months ട്രെയിനിങ് ആണ് എടുത്തത്, പ്ലസ് 1 month റിവിഷൻ ക്ലാസ്സും ആയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ക്ലാസ് മിസ്സാവുമായിരുന്നു. പക്ഷേ 24/7 റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ എനിക്കത് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റി. ട്യൂട്ടേഴ്സ് എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ക്ലാസ് എല്ലാം എടുത്തത്. അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ പോർട്ടലാണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും അതുപോലെ അതിനെ പറ്റിയുള്ള ഏറ്റവും ഷോർട്ട് പീരീഡിനുള്ളിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെയാണ് ഒരു ക്ലാസ് എടുത്തത്. അപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. സോ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതിയതാണല്ലോ, അപ്പോൾ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, അല്ലെങ്കിൽ ഞാനിത് ഫസ്റ്റ് ആയിട്ട് എഴുതുന്നതാണ്, അതുകൊണ്ട് എനിക്കിത് ഇപ്പം പറ്റില്ല, അല്ലെങ്കിൽ ആൾക്കാരിങ്ങനെ പറഞ്ഞു ഇത് ഭയങ്കര ടഫാണ്, അതുകൊണ്ട് നമുക്കിത് എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു? ഉറപ്പായിട്ട് അങ്ങനെ വിചാരിച്ചിരുന്നു. കാരണം ചോദിക്കുന്നവരെല്ലാവരും പറഞ്ഞാൽ ഇൻക്ലെക്സ് സാറിനാണോ പഠിക്കുന്നത്, ഭയങ്കര ടഫാണ് എക്സാം പഠിക്കാൻ, ഒരു 6 months 7 months ഒക്കെ എടുക്കും, അത്രയും ഇരുന്ന് പഠിക്കണം എന്നൊക്കെ എല്ലായിടത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, എനിക്ക് ഏജൻസിയുടെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. ട്യൂട്ടേഴ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം അവർ ഏത് സമയത്തും നമ്മൾ ഡൗട്ട് ചോദിച്ചാലും അവർ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പ്രത്യേകിച്ച് റിവിഷൻ ക്ലാസ്സിന് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് എപ്പോൾ ഡൗട്ട് വന്നാലും അപ്പോൾ തന്നെ ഓൺ സ്പോട്ട് ചോദിക്കാമായിരുന്നു. നമുക്കൊരു 2 hour സെഷൻസ് ആയിരുന്നു ഈ റിവിഷൻ ക്ലാസ് ഡെയിലി വന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ കുറേയൊക്കെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തെടുത്തു. അങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. സോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരുന്നല്ലോ ഈ ഒരു ക്ലാസ്സും അറ്റംപ്റ്റ് ചെയ്തിരുന്നത് ആ സമയത്ത് തന്നെ. അപ്പോൾ ആ വർക്കും ക്ലാസ്സും എങ്ങനെ ബാലൻസ് ചെയ്തു? എനിക്ക് 9 to 11 ആയിരുന്നു ക്ലാസ്. അപ്പം നൈറ്റ് വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു മന്ത്ലി എനിക്കൊരു ചിലപ്പോൾ ഒരു 5 to 6 ക്ലാസ്സോളം മിസ്സാവും. നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നതിൽ ഈ റെക്കോർഡ് ക്ലാസ് സെഷൻ കേൾക്കും. പ്രത്യേകിച്ച് നോട്ട്സ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എല്ലാ സ്ലൈഡ്സിലെ നോട്ട്സ് ഞാൻ എഴുതിയെടുത്തു. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ആ തിയറി ബേസ് കിട്ടിയത് എജ്യൂൻ്റെ ഫോർ എൻ്റെ ക്ലാസ് നോട്ട്സ് ചെയ്താണ്. സോ ഈ നമുക്ക് ഇപ്പോൾ ഒരു പോർട്ടൽ ഉണ്ടായിരുന്നു, ഇപ്പം എങ്ങാനും ലീവ് എടുക്കുകയാണെങ്കിൽ ആ പോർട്ടൽ എടുത്ത് നോക്കിയിരുന്നോ? യെസ്. എങ്ങനെയുണ്ടായിരുന്നു ആ പോർട്ടൽ? ഉപകാരപ്പെട്ടിരുന്നോ? എനിക്ക് പോർട്ടലിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ഐഡികളായിരുന്നു. അപ്പം അതെല്ലാം വർക്കൗട്ട് ചെയ്തു. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ്, എനിക്ക് സിമിലർ ക്വസ്റ്റ്യൻസ് ഫീൽ ചെയ്തിരുന്നു. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ എൽസയ്ക്ക് എന്താണ് ഇനി ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട്, അല്ലെങ്കിൽ ഇനി ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ എന്താ പറയുക കൂട്ടുകാരികളോടോ അല്ലെങ്കിൽ കൊളീഗ്സിനോടോ എന്താ പറയാനുള്ളത്? ഇത് പേടിക്കണോ, നമുക്ക് എഴുതെടുക്കാൻ പറ്റുമോ, അതോ ഞാൻ എന്താ പറയുക എല്ലാവരും പറഞ്ഞ പോലെ നമുക്കിത് പറ്റില്ല അതുകൊണ്ട് നമുക്കിത് വിടാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണോ അത്? ആദ്യമേ തന്നെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തെടുക്കുക, നല്ലൊരു ട്രെയിനിങ് എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഐ വിൽ റെക്കമെൻഡ് ദിസ് എജ്യൂൻ്റെ ഫോർ യു ഫോർ ഓൾ ഇംഗ്ലീഷ് ആസ്പിറൻറ്റ്സ്. നമ്മൾ നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ വിത്തിൻ ലിമിറ്റഡ് ടൈം പീരീഡ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഇവിടെ ക്ലാസ് പോലെ തന്നെ ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കുന്ന രീതിയായിരുന്നു, അത് ഇടയ്ക്ക് മോട്ടിവേഷൻ ഉണ്ടായിരുന്നോ? എനിക്ക് മിസ് എപ്പോഴും ചോദിക്കുമായിരുന്നു ക്ലാസ്സിൽ, ഓക്കെ അല്ലേ, ഒന്നുകൂടെ പറയണോ എന്നെല്ലാം ചോദിക്കുമായിരുന്നു. അപ്പം നമുക്ക് ഇടയ്ക്ക് നമുക്ക് ക്ലാസ്സിൻ്റെ തുടക്കുമ്പോൾ ഒരു 10 minutesോളം മാം ഇങ്ങനെ ഓരോന്ന് ചോദിക്കാം, നമ്മുടെ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, ഡ്യൂട്ടി സ്കെഡ്യൂൾസ് ഓക്കെ ആണോ, പഠിക്കാൻ പറ്റുന്നുണ്ടോ, കോൺഫിഡൻസ് ആണോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം നമുക്കത് ഭയങ്കര ഒരു റിലീഫാണ്. ഇപ്പോൾ ഒരു റൂഡായിട്ടുള്ളൊരു ട്യൂട്ടർ സൈഡല്ലായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര നല്ലതായിട്ട് തോന്നി. ക്ലാസ്സിന് എൻഡിലാണെങ്കിലും എന്തൊക്കെ കറക്ഷൻസ് വേണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വർക്കൗട്ട് ചെയ്യണം, അതൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് സർവീസ്, അവരുടെ ഒരു സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ? അത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും എനിക്കൊരു 3-4 കോൺടാക്റ്റ് ഉണ്ട്. അപ്പം
ഇപ്പോഴും എൻക്വയറി ചെയ്യും ഇടയ്ക്ക്. ക്ലാസ്സസ് ഇടയ്ക്ക് ഞാൻ കണ്ടിന്യൂസ് എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. വേറെ ഇല്ലെങ്കിൽ അപ്പോൾ വിളിച്ച് എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു, കുറച്ച് ദിവസം ക്ലാസ്സിൽ കാണുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയും ഇത്ര ദിവസം മിസ്സായിട്ടുണ്ട്, ഞാനത് പിക്കപ്പ് ചെയ്ത് എടുത്തോളാം. ഇടയ്ക്കിടയ്ക്ക് മുന്നേ ചോദിക്കും എക്സാം ഡേറ്റ് എടുത്തോ. ഓക്കെ, ഡേറ്റ് എടുക്കുമ്പോൾ പറയണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് റിവിഷൻ ക്ലാസ് 1 മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഒരു അപ്ഡേഷൻ അവർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതും എനിക്ക് സ്വയം ഒരു മോട്ടിവേഷൻ ആയിരുന്നു പഠിക്കാനായിട്ട്. നമ്മളൊന്നും ഉണർത്തിയാലും അടിയൊന്ന് തള്ളി വിടാൻ നമ്മൾ ആൾക്കാരുണ്ട്, പുഷ് ചെയ്ത് വിടാം. അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എന്താണ് ഇപ്പോൾ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാനഡ ആൽബർട്ടയാണ് ചെയ്യുന്നത്. അപ്പം അത് ഓൺ ദ വേ ആണ്. എന്തായാലും എൽസയുടെ എല്ലാ ആഗ്രഹങ്ങളും ആ ഡ്രീംസും നിറവേറട്ടെ. അതിൽ നമ്മുടെ EduInFo എന്നൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. വി ആർ ഹാപ്പി ദാറ്റ് യു ക്രാക്ക് ദി എക്സാം ഇൻ യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ് ആൻഡ് വി ഹാവ് സംതിങ് ഫോർ യു. So now let me invite Susan to hand over our award to our Intellex Armina Elsa Eldo. Thank you. എത്ര ടൈം എടുത്തു? 85 ക്വസ്റ്റ്യൻസിന് 85 ക്വസ്റ്റ്യൻസിൻ്റെ 2 hours എടുത്തരാ. അപ്പൊ നമുക്ക് കേക്ക് മുറിച്ചാലോ?